ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈൻ സാറിലാട്ടോ. എൻ്റെ ഷോപ്പിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സാർ എന്ന ഏരിയയിലാണ്. റിച്ച് ഏരിയയാണ്, എല്ലാവർക്കും അറിയാം സാർ എന്ന എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അറബിക് റെസ്റ്റോറൻ്റാണ്. സാബർ അയ്യൂബ് എന്നാണ് പേര്. ഏകദേശം ഒരുപാട് ബ്രാഞ്ചുകൾ, എത്ര ബ്രാഞ്ചാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അത് ഇവിടുത്തെ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം കേട്ടോ. പുതിയ റൂട്ടിൽ തന്നെ ഇവർക്ക് 2 ബ്രാഞ്ചുകളുണ്ട്. വലിയ ഒരു ബ്രാഞ്ചും അതിന് തൊട്ടടുത്ത് വേറെ ചെറുതായിട്ട് വേറൊരു ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ ഈ തൊട്ടടുത്തായിട്ട് പുതുതായിട്ട് ഓപ്പൺ ആയതാട്ടോ സാറിലുള്ളത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ എന്തൊക്കെയാണ് ലഭിക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇത് കറക്റ്റ് ഇവിടെ ലൊക്കേഷൻ ഞാൻ ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സാറിലേക്ക് വരുന്ന ആ ഒരു ഏരിയ കേട്ടോ. വലിയ മസ്ജിദിൻ്റെ അടുത്തുകൂടെ, അൽ യുസ്രൻ്റെ അടുത്തുകൂടെ വരുന്ന ഒരു ഏരിയയാണ്. അത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലാണ് ഇവിടെ ലാസ്റ്റ് വരുന്നത്. ആ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഇതാണ് സാബർ അയ്യൂബ്. അതായത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോറുണ്ടല്ലോ, ആ മെഡിക്കൽ സ്റ്റോർ ഇവിടെ നിന്ന് പോയി അതിന് പകരം വന്നതാണ് ഇവിടെ സാബർ അയ്യൂബ് കേട്ടോ. മെഡിക്കൽ സ്റ്റോർ ഇപ്പോൾ ഉള്ളത് കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ മറ്റൊരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. സാർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ സാബർ അയ്യൂബ്. അപ്പോൾ ഇതാണ് പൊളിക്കോട്ടോ. വളരെ ഇന്നാണ് ഇത് ഓപ്പൺ ആയത് കേട്ടോ. അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 21/2/2025 കേട്ടോ. ഇന്നാണിത് ഓപ്പൺ ആയത്. അപ്പോൾ ഗൈസ്, ഈ അടിപൊളിയായിട്ട് നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഇവരിത് ഓപ്പൺ ആക്കിയത്. അല്ല, തൊട്ടടുത്ത് ലാറിയുണ്ട്, അക്ബർ ലാറിൻ്റെ ഷോപ്പുണ്ട്. അതിന് തൊട്ടടുത്ത് സാബർ അയ്യൂബ്, പിന്നെ വൈറ്റ് ഹൗസ് ലാൻഡറി, ഇങ്ങനെ പോകുന്ന ഒരുപാട് ഷോപ്പുകളുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഇവർ ഷോപ്പിംഗ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മുതൽ ഇപ്പോൾ മോർണിംഗ് 3 മണി വരെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ടോ ഈ സമയത്താണ് വന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് സാബർ അയ്യൂബ്. എന്തല്ലേ പൊളിക്കും. ഇന്നാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഗൈസ്, ഇതിവിടെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അപ്പോൾ നാം ക്യാ ഭായ്? ഫസൽ ഖാലിഖ്. ओके, आप पाकिस्तान का है. आप आज ओपन हो गया ना ये दुकान? आज ओपन हो गया. आप पहले किधर काम किया? സെയിം ദുക്കാൻ. 15-16 ബ്രാഞ്ച് ഏകദേശം 15-12 ബ്രാഞ്ചുകൾ ബഹ്റൈനിലുണ്ട് കേട്ടോ അവർക്ക് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഏരിയ में 2 ब्रांच है. एरिया में 2 है, उधर 2 है, इधर 1 3 है. दूसरा किधर है वो पूरा? जिदाली है, रफा है, पूरा जगह में बहरैन छोटा है. 15 बोलेगा तो बहरैन में पूरा है. अभी सार में लास्ट ओपन किया. ओके, अभी दुकान के अंदर जाएगा, बाद में बाकी बात करेगा. आओ भाई, अभी आने का टाइम ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടോ. ഇത് നിലത്ത് അവർ മാനുവലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഒറിജിനൽ കേട്ടോ. ഇതൊക്കെ നേരത്തെ ഉള്ള സെറ്റപ്പ് ആട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഞാനും ഷാറൂഖ് ഖാൻ വന്നിട്ടുള്ളത്. ഷാറൂഖ് ഖാൻ വന്നിരിക്കുന്നുണ്ട്. സംഭവം ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ क्या क्या है इधर खाने का? टिक्का है, चिकन टिक्का है, मटन कबाब है, सांद्रिया शेरा कबाब है, पूरा आइटम है. इधर चालू आफ्टरनून 4 बजे, दिन में 3 से लेकर 3 बजे तक 3 बंद करेगा. ഓക്കെ ബൈ. അപ്പോൾ ഇതിനുള്ളിൽ വന്ന് നല്ലൊരു ആംബിയറാട്ടോ. കാരണം ഇരിക്കാനും എല്ലാ സംവിധാനവും ഉള്ളതൊക്കെ ചെയറൊക്കെ ഉണ്ടല്ലേ, പുതുപുത്തൻ നല്ല മരത്തിൻ്റെ ഒരു ചെയറാട്ടോ. വെറൈറ്റി. അതുപോലെ തന്നെ ഇവിടെ നാട് നമ്മളെ കുബൂസൊക്കെ ഇട്ടിട്ടോ. കുബൂസ് ഉണ്ടാക്കുന്നതൊക്കെ ഇതാ നമ്മുടെ സാധാരണ പുറത്തുള്ള രീതിയിലാട്ടോ കുബൂസ് ഉണ്ടാക്കുന്നത്. അവരൊക്കെ പാകിസ്ഥാനികളായിരിക്കും. അവരാണ് എൻ്റെ ഒരു വെറൈറ്റി ആൾക്കാർ. അപ്പോൾ നമുക്കുള്ള ഐറ്റം വന്നിട്ടുണ്ടോ. അപ്പോൾ ഷാറൂഖ് ഞാൻ വരുന്നതും വെയിറ്റ് ചെയ്യാനുള്ള നേരമല്ലോ, ഞാൻ തിന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ടിക്ക ഉണ്ടോ ഓർഡർ ചെയ്ത്. ചിക്കൻ ടിക്ക വന്നിട്ടുണ്ട്. അതിലിതാ ഞാൻ പറഞ്ഞ കുബൂസ്, നല്ല ചൂടോടുള്ള കുബൂസാണ്. കാരണം ഇത് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള കുബൂസ് നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വന്നാ കേട്ടോ. അതുപോലെ തന്നെ ഹമ്മൂസ് ഉണ്ട്. അപ്പം ഷാറൂഖ് പരിപാടിയൊക്കെ തുടങ്ങിട്ടോ. പരിപാടി തുടങ്ങണം. ആദ്യത്തെ പണി ഇതാ കമ്പിയിൽ നിന്നും ടിക്ക ഊരിയെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ സാബർ അയ്യൂബിൽ നമ്മൾ പറയും പല സ്ഥലങ്ങളും പോയിട്ട് കഴിച്ചിട്ടുണ്ടോ. സാബർ അയ്യൂബിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഇത് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. പുതിയ തുടങ്ങിയതല്ലേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സാറിനെ? അല്ല, അതെ, നമ്മൾ സാബർ അയ്യൂബിന് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സാറിൽ പുതിയ ഒന്നല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കേട്ടോ. അടിപൊളി. ഈ ടിക്കയുടെ കൂടെ ഉണ്ടല്ലോ ഉള്ളി, അതുപോലെ തക്കാളി,
ഇതൊക്കെ അവർ ഗ്രില്ലിൻ്റെ കൂടെ ഇട്ട് വരും കേട്ടോ. പക്ഷേ അധികം ആൾക്കാരൊന്നും കഴിക്കാറില്ല, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾ. അറബികളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. കാരണം ഇതൊക്കെ ഗ്രില്ല് ചെയ്ത് വരുന്നത് തന്നെയാണ് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ കുബൂസിൽ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ചിക്കൻ ടിക്ക ഏതാണോ ടിക്ക ആ ടിക്കയുടെ കൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കണ്ടി. പൊളിയാട്ടോ. അധികം ആൾക്കാരും അതൊക്കെ ഒഴിവാക്കും, അതൊന്നും കഴിക്കൂല. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതാണ് മട്ടൻ ടിക്ക കേട്ടോ. എൻ്റെ നല്ല സൂപ്പറായിട്ട് ഗ്രില്ല് ചെയ്യുന്ന സാധനം കേട്ടോ. പൊളിക്കോ. ആ ഇതൊന്ന് പിടിച്ചു വയ്ക്കാം. ഇത് മെയിൻ പണി ഇതാട്ടോ, ഗ്രില്ല് മുന്ന് ഇറക്കിയെടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു റിസ്ക് ആയിട്ടുള്ള പണി നമ്മൾ. പക്ഷേ അത് സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാണല്ലോ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗ്രില്ലിൽ വന്ന് ഇറക്കിയിട്ട് ഇത് എടുത്ത് തിന്നണം. അപ്പം ഗ്രില്ലിൽ വന്ന് ഇറക്കുക എന്നുള്ളൊരു ചെറിയ പണിയാണ്. പക്ഷെ നല്ല ചൂടോടെ സാധനം കിട്ടിയത്. അപ്പം ഇതാണ് അമ്മൂസ്, ഇതൊരു ചട്നി, പിന്നെ ഇതാ വെറൈറ്റി വേറെ ഐറ്റം മുക്കപ്പല. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കുബൂസും കൂട്ടി അടിക്കാം കേട്ടോ. ഓരോന്നും ഓരോ ടേസ്റ്റാണ്. നല്ല ഇത് ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊളിക്കും. കൊള്ളാം. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത്രയും പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യുക, കടലിലേക്ക് കയറി ചെല്ലാൻ പറ്റും. പിന്നെ ഏറ്റവും ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കടൻ്റെ അകത്ത് ഒരു വാഷ്റൂമുണ്ട്, പക്ഷേ ടോയ്ലറ്റില്ല. ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ അത് നടക്കില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം മാത്രമേ ഇതിനുള്ളിൽ കുറവുള്ളൂ. മറ്റുള്ള ഇവരുടെ പല ബ്രാഞ്ചിൽ നമ്മൾ പോയിട്ടുണ്ട്, അവിടെയൊക്കെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു സൗകര്യം മാത്രമില്ല. കാരണം ഇതിന് അകത്ത് സ്പേസ് കുറവായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ചെയ്യാഞ്ഞത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുള്ളൂ. കാരണം വരുന്നവരൊക്കെ ടോയ്ലറ്റ് ഇവിടെ നിന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ സമയമൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോകാമെന്നുള്ളതൊക്കെ ആയിരിക്കും അധികം ആൾക്കാരും വരിക. അപ്പോൾ ആ ഒരു സംഭവം പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.